മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഈ ഒരു വാർത്ത കേട്ടു നോക്കൂ. RSS മേധാവിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് സംസ്ഥാനത്തെ സർവകലാശാല വിസിമാർ. തലസ്ഥാനത്ത് മോഹൻ ഭാഗവതിന്റെ പരിപാടിയിലാണ് കേരള MG മലയാളം സർവകലാശാല വൈസ് ചാൻസലർമാർ ഭാഗമായത്. സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പരിപാടിക്ക് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇതാണ് ആ ദൃശ്യങ്ങൾ. നിങ്ങൾ കേട്ടില്ലേ? RSSന്റെ മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രോഗ്രാമില് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ വിസിമാര് പങ്കെടുത്തോ എന്ന് പറഞ്ഞ് യജാതി പുകിലാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അങ്ങനെ നിരന്ന് നിന്നുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിലെ അരുണൊക്കെ എന്തോ അപകടം സംഭവിച്ചതുപോലെയാ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത്. സംഘപരിവാർ അങ്ങനെയോ ഇങ്ങനെയോ എന്ന് പറഞ്ഞ്. എന്നെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ കേരളത്തില് സമസ്ത പ്രോഗ്രാം നടത്താറില്ലേ? സമസ്ത പ്രോഗ്രാം നടത്താറില്ലേ? സമസ്ത സമ്മേളനം നടത്താറില്ലേ? AP സമസ്ത പ്രോഗ്രാം നടത്താറില്ലേ? സമസ്ത സമ്മേളനം നടത്താറില്ലേ? ഇവിടെ മുജാഹിദ് സമ്മേളനം നടത്താറില്ലേ? പ്രോഗ്രാമുകൾ നടത്താറില്ലേ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രോഗ്രാം നടത്താറില്ലേ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങി അധികാരത്തിലേക്ക് എത്തിയൊരു സർക്കാർ പോലുമല്ല നമ്മുടെ കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ കേരളത്തിലെ ഈ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത്തരം സകലതിനെയും പിന്തുണ കൊടുത്ത് എങ്ങനെയാ വാർത്ത കൊടുക്കാറുള്ളത്? എത്തരത്തിലാ കൊടുക്കാറുള്ളത്? മതേതരത്വം പൂത്തുലഞ്ഞു. സംസ്ഥ പ്രോഗ്രാമുകളില്, മുജാഹിദ് പ്രോഗ്രാമുകളില്, ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ആളുകൾ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്താൽ മതേതരത്വം പൂത്തുലഞ്ഞു. എന്തോ സംഭവം പോലെ വലിയ സംഭവമാക്കി നമുക്കറിയാലോ. ഈ അടുത്തല്ലേ സംസ്ഥയുടെ പ്രോഗ്രാമില് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും VD സതീശനൊക്കെ എത്തിയിട്ട് വലിയ സംഭവമാക്കിയിട്ട് അവർ ഒരുമിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ സംഭവമാക്കിയാണ് ഇവിടെ വാർത്ത കൊടുക്കാറുള്ളത്. അതേസമയം RSSന്റെ ഒരു പ്രോഗ്രാമിൽ, അതോ രാജ്യത്തെ RSSന്റെ മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത ഒരു പ്രോഗ്രാമില് നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിസിമാര് പങ്കെടുത്തതിന് എന്തിനാണ് ഒരു അപകടം സംഭവിച്ചതുപോലെ ഉളുപ്പില്ലാതെ വാർത്ത കൊടുക്കുന്നത്? രാജ്യത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണക്കുന്ന ഒരു സംഘടനയാണ് RSS. ഈ രാജ്യം ഭരിക്കുന്ന ഒരു സംഘടനയാണ് RSS. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടത് എടുത്തു പറയാനുള്ളത്, നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ RSSന് ശാഖകളുള്ളത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് നമ്മുടെ കേരളത്തിലെ RSSന്. ആ RSSനെ കൊണ്ട് നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഈ RSS നമ്മുടെ കേരളത്തിൽ ഇത്രത്തോളം ഉണ്ടായിട്ട് ഇവിടെ സമാധാനമില്ലേ? മതേതരത്വമില്ലേ? എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇല്ലേ? ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ആ RSSന്റെ ഒരു പ്രോഗ്രാമിൽ, ആ സംഘടനയുടെ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട വിസിമാർ പങ്കെടുത്തതിൽ യഥാർത്ഥത്തിൽ കൈയടിക്കില്ലേ വേണ്ടത്? നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ദേശീയതയാണ് RSS ഉയർത്തിപ്പിടിക്കുന്നത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും രാജ്യവിരുദ്ധ സംഘടനയിലാണോ നമ്മുടെ കേരളത്തിലെ വിസിമാര് പങ്കെടുക്കേണ്ടത്? എന്റെ ലളിതമായ ചോദ്യ. ഏതെങ്കിലും രാജ്യവിരുദ്ധ സംഘടനയിലേക്കാണോ നമ്മുടെ കേരളത്തിലെ വിസിമാര് ഓടിപ്പോവേണ്ടത്? നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ തുള്ളലൊക്കെ എങ്ങോട്ടേക്കാണ് എന്നുള്ളത് വിവേകമുള്ള സകല മലയാളികളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ BJPക്ക് 3 MLA-മാരെ കെട്ട് RSS ഇവിടെ വളരെ വലിയ രീതിയിൽ സംഘടനാ പ്രവർത്തനമൊക്കെ നിശബ്ദമായിട്ട് നടത്തിയാൽ 3 30 103 എത്തുമെന്നുള്ള ഭയം കൊണ്ട ഈ പ്രമുഖ മാധ്യമങ്ങൾ ഇവിടെ കിടന്ന് മോഹൻ ഭാഗവത് വരുന്ന പ്രോഗ്രാമിനെ പോലും വളരെ വലിയ രീതിയിൽ ഒരു അപകടകരമായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുടക്കത്തിൽ കൊടുത്തത് ഒരു ഉദാഹരണ വാർത്ത മാത്ര. RSSന്റെ മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത പ്രോഗ്രാമിൽ വിസിമാര് പങ്കെടുത്തോ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിലെ അരുൺ മുതൽ ഇങ്ങനെ കിടന്നു ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുക. ഇത്തരം സകല പ്രമുഖ മാധ്യമങ്ങളോടും പറയാനുള്ളത്, RSS ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ RSSന്റെ പ്രോഗ്രാമിൽ ബോധമുള്ള ആളുകൾ പങ്കെടുക്കും. അതിൽ ആർക്കാണ്, എന്താണ് ഇവിടെ പ്രശ്നം? സമസ്ത പ്രോഗ്രാമിലേക്ക് ആളുകൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ അഭിമാനത്തോടു കൂടി വാർത്ത കൊടുക്കുന്ന അതേ ശൈലിയിൽ, അതിനേക്കാൾ അഭിമാനത്തിൽ എന്തുകൊണ്ടാണ് ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന RSSന്റെ പ്രോഗ്രാമുകളെ, അതിൽ പങ്കെടുത്തവരെ കൈയടിക്കാത്തത് എന്നുള്ളത്
ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കുകയും അതിനനുസരിച്ച് വരുന്ന ഇലക്ഷനുകളിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും പ്രമുഖ മാധ്യമങ്ങൾക്കൊന്നും തന്നെ വേണ്ട. പിന്നെ മോഹൻ ഭാഗവത് കേരളത്തിലേക്ക് വരുന്നത്, ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നത് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെയാ. ഇനി കേരളമാണ് BJP പിടിക്കാൻ പോകുന്നത്. അതിന് ശക്തമായ സംഘടനാ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാ രീതിയിലുള്ള പിന്തുണയും RSSന്റെ ഭാഗത്ത് നിന്നുമുണ്ട് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഇവിടെ ചാത്തന്നൂരൊക്കെ വിജയിച്ചത് എങ്ങനെയാണ് എന്ന് ഇപ്പോഴും ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ചാനലില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, BB ഗോപകുമാർ ചാത്തന്നൂരിൽ വിജയിക്കും. അവിടെ നിശബ്ദമായിട്ട് BB ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിൽ BJP സ്ഥാനം പിടിച്ചു എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റിസൾട്ട് വന്നു, BB ഗോപകുമാർ വിജയിച്ചു. അതേ രീതിയിൽ തന്നെയാണ് എടുത്തു പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികം വൈകാതെ അധികാരത്തിലേക്ക് എത്തും. അന്നും നിങ്ങൾ എത്ര നിലവിളിക്കും എന്നുള്ളത് മാത്രമാണിപ്പോ ചിന്തിക്കുന്നത്. ഓ, മോഹൻ ഭാഗവത് വരുന്ന പ്രോഗ്രാമിൽ വീശിമാരി എന്ന് പറഞ്ഞ ആളുകള് നാളെ എന്തൊക്കെ വാർത്ത കൊടുക്കേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോഴാ നമ്മുടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് അടിവേരുറച്ചിരിക്കുന്നു. അതിനെല്ലാ രീതിയിലും RSS സകല കാര്യങ്ങളും ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ശക്തമായിട്ട് തന്നെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. പിന്നെ BJP അധികാരത്തിൽ എത്തിയ നമ്മുടെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിലെ ജനങ്ങള് കൈയടിച്ചോണ്ടിരിക്കുക. തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷന് കേരള ജനത ഒന്നടങ്കം കൈയടിക്കുക. കാരണം എന്താ, മേയർ അത്രത്തോളമാണ് കേരള ജനതയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത്. വീടുണ്ടാക്കി തരാൻ വയനാട്ടിൽ നിന്ന് പോലും VV രാജേഷിന് കത്ത് വരിക. അപ്പൊ കേരള ജനത എത്രത്തോളമായിരിക്കും VV രാജേഷിനെയും കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ഒക്കെ വിശ്വസിക്കുന്നത്. അതായത് BJP ഒരു സ്ഥലത്ത് അധികാരത്തിലേക്ക് എത്തിയാൽ പിന്നീട് അവിടെ പരാജയപ്പെടാറില്ല. കാരണം മറ്റൊന്നല്ല, അവർ ജനങ്ങൾക്കൊപ്പം നിൽക്കും. നമ്മുടെ കേരളത്തിൽ ഇടതും വലതും കാട്ട് മുടിച്ച് കൊള്ള നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് എന്നതുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത് കൂടുതൽ ജനങ്ങളിലേക്ക്, അത് RSSലൂടെ BJPയിലൂടെ കൃത്യമായിട്ട് ഇപ്പൊ കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രമുഖ മാധ്യമങ്ങൾ എന്താണോ ഭയക്കുന്നത് അത് സംഭവിക്കാൻ പോവാ. കേരള ജനത അത് വലിയ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്. എന്താണോ BJP മത്സരിച്ച് അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളിൽ അവർ പറയാറുള്ളത് അതൊക്കെ തന്നെ BJP നടത്തിയാ മുന്നോട്ട് പോവാറുള്ളത്. ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം. ബംഗാളിൽ സകല സ്ത്രീകൾക്കും സർക്കാർ ബസ്സുകളിൽ സൗജന്യം പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ ബംഗാളിൽ BJP അത് നടപ്പിലാക്കി. എന്നാൽ UDF കേരളത്തിലോ സകല സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒക്കെ കൂടി മുക്കിയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ഓർഡിനറി ബസ്സിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ് എന്താ, BJP എന്താണ് എന്നൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ ദേശീയതയിലേക്ക് ആളുകൾ വരിക തന്നെ ചെയ്യും. ദേശീയത നമ്മുടെ കേരളത്തിൽ ഉയരുക തന്നെ ചെയ്യും. പ്രമുഖ മാധ്യമങ്ങൾ എത്ര നിലവിളിച്ചിട്ടും ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.